ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വച്ചതുപോലെ തന്നെ എന്നിലെ എന്നെ അറിയാനുള്ള ഒരു പ്രയാണത്തിലാണ്. അപ്രകാരമുള്ള ഒരു യാത്രയിൽ നാം വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്നലകളിൽ ഞാൻ എന്തായിരുന്നു, ഇന്ന് ഞാൻ എന്താണ്, നാളെ ഞാൻ എന്താകണം, അല്ലേ? അപ്പോൾ അതിനെ ഞാനൊരു ജീവവൃക്ഷത്തിനോട് കൂടി ഉപമിക്കുകയാണ്. ആ ജീവവൃക്ഷത്തിൻ്റെ വേരുകളെന്ന് പറയുന്നതാണ് എൻ്റെ ഇന്നലകളിൽ ഞാൻ എന്തായിരുന്നു, അല്ലെങ്കിൽ ഇന്നലകളാണ് ഇന്നത്തെ എന്നെ സൃഷ്ടിച്ചത്. അപ്പോൾ ഇന്നലകളിൽ എനിക്ക് നന്മയും തിന്മയും ഉണ്ടായിരുന്നു. ഞാൻ ജനിച്ച എൻ്റെ വീട്, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, ഞാൻ പഠിച്ച എൻ്റെ വിദ്യാലയം, അവിടെ എന്നെ പഠിപ്പിച്ച അധ്യാപകർ, എൻ്റെ സുഹൃത്തുക്കൾ, അതിനുശേഷമുള്ള എൻ്റെ സാമൂഹികമായ കണക്ഷൻസ്, ഇതെല്ലാം എൻ്റെ ജീവിതത്തിന് ഇന്ന് ഞാൻ കാണുന്ന വ്യക്തിയെ വാർത്തെടുക്കുന്നതിൽ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്, അല്ലേ? അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ആക്കിയെടുത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്ന കുറേ കാര്യങ്ങൾ, അതായത് എന്നെ തന്നെ കൊട്ടിയടച്ച കുറച്ച് കാര്യങ്ങൾ, ഞാൻ പൊക്കയില്ലായ്മ, എനിക്ക് പൊക്കക്കുറവുള്ളൊരു വ്യക്തിയാണെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ അതെൻ്റെ ഒരു ന്യൂനതയായിട്ട് പലപ്പോഴും ഞാൻ വിചാരിച്ചു. എനിക്ക് കുറച്ചുകൂടെ പൊക്കമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൽ എന്നെ അത് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഗ്രാമപ്രദേശത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഗ്രാമീണ അന്തരീക്ഷം പിന്നീട് ഞാൻ പട്ടണങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെ കടന്നു പോയപ്പം അതൊക്കെ എനിക്ക് ഒരു ന്യൂനതയായിട്ട്, അല്ലെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ എൻ്റെ ലോക്കൽ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ എൻ്റെ മലയാളം മീഡിയത്തിലുള്ള വിദ്യാഭ്യാസം എനിക്ക് കുറച്ചും കൂടെ വേറെ ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലിമിറ്റേഷൻസ്, അതിനെ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ലിമിറ്റേഷൻസ് എന്ന് പറയാം, എൻ്റെ ലിമിറ്റേഷൻസ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്ക് വളരെ നേരത്തെ തന്നെ കല്യാണം കഴിച്ച് പോയ കുട്ടികൾ കാണും. അതുപോലെ തന്നെ വിദ്യാഭ്യാസം പാതി വഴി വെച്ച് ഉപേക്ഷിച്ച് വളരെ അതായത് 18 വയസ്സിൽ തന്നെ കല്യാണമൊക്കെ കഴിച്ച് വേറൊരു കുടുംബത്തിലേക്കും ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലേക്കൊക്കെ പറിച്ച് നട്ട ആൾക്കാർ കാണും. അപ്പോൾ അവിടെ എനിക്ക് സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ ഇവിടെ ഞാൻ വെറും ഒരു അടുക്കളക്കാരിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളെ വളർത്തുക എന്നതിനപ്പുറത്തോട്ട് എനിക്ക് വേറെ ഒരു വ്യക്തിത്വ വികാസം ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഞാൻ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ തന്നെ അടുക്കളയുടെ അകപ്പുറങ്ങളിൽ നമ്മൾ അടച്ചിട്ട് അങ്ങനെ ആയിപ്പോയ ആൾക്കാർ കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളുടെ കുറവുകളും നമ്മുടെ നന്മകളും തിന്മകളും ഒക്കെ കൂടി ചേർന്ന നമ്മുടെ ശീലക്കേടുകളും എല്ലാം കൂടെ ചേർന്നതാണ് നമ്മളുടെ വേരുകളെന്ന് പറയുന്നത്. ആ വേരുകളാണ് ഇന്നത്തെ എന്നെ വാർത്തെടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് തടി എന്ന് പറയാം, വൃക്ഷത്തിൻ്റെ തടി എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ട്രങ്ക് എന്ന് നമുക്ക് ട്രീയുടെ ട്രങ്ക് എന്ന് പറയാം. അതാണ് ഇന്ന് എൻ്റെ വിദ്യാഭ്യാസം, ഞാൻ ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. എൻ്റെ ജോലി, ഞാനൊരു സീനിയർ കൺസൾട്ടൻ്റാണ്, ഞാനൊരു അന്യരാജ്യത്ത് ഞാൻ ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ കുടുംബ പശ്ചാത്തലം, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ മറ്റു ബന്ധുമിത്രാദികൾ, എൻ്റെ സമൂഹത്തിലുള്ള എനിക്ക് സമൂഹത്തിലെ എൻ്റെ മറ്റ് ആൾക്കാരുമായിട്ടുള്ള എൻ്റെ സഹകരണം, അല്ലെങ്കിൽ സമൂഹത്തിലെ എൻ്റെ സ്ഥാനം, അതെല്ലാം ഇന്നത്തെ ഇതാണ്. ഇതെല്ലാം ഒരു പരിധിവരെ ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പം വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിച്ചതിൻ്റെ ഒരു പകുതിയിലോളം പോലും അതെത്തിയിട്ടില്ല, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഞാൻ അതാണ് എൻ്റെ ഈ ഇന്നിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എന്നിലേക്ക് എനിക്ക് എത്തിച്ചേരണം. അതാണ് ഞാനാകുന്ന മരത്തിൻ്റെ ബ്രാഞ്ചസ്. അപ്പോൾ ആ ഓരോ ശിഖരങ്ങളിലും എനിക്ക് എൻ്റേതായ ഒരുപാട് സ്വപ്നങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന, അവയെല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ എൻ്റെ വൃക്ഷത്തിന് ആ വിശാലതകളിലേക്ക് എനിക്ക് എത്തിച്ചേർക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ എൻ്റെ സ്വപ്നങ്ങളെന്ന് പറയുമ്പം അതെൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫൈനാൻഷ്യൽ ഫ്രീഡമാണ്. എനിക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുമ്പം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സോഷ്യൽ
കമ്മിറ്റ്മെൻറ്റിലേക്കും ഒരു സമൂഹത്തിന് ഉതകുന്ന ഒരു വ്യക്തിയിലേക്ക്, അല്ലെങ്കിൽ സാമൂഹികമായ ഒരു പ്രതിബദ്ധതയുള്ള ഒരു പൗര എന്നുള്ള നിലയിലേക്കൊക്കെ ഞാൻ എത്തിച്ചേരണമെങ്കിൽ എൻ്റെ സാമ്പത്തിക നിലവാരം വളരെ ഉയരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫൈനാൻഷ്യൽ ഫ്രീഡം എനിക്ക് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ ജോലിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ച, അല്ലെങ്കിൽ ഞാൻ കണ്ട ഒരു സ്വപ്നം, ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുന്ന എൻ്റെ ഒരു ഉന്നതമായ ജോലി, ആ ജോലി ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലി ഞാൻ ഇൻഷുറൻസിലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഉയരത്തിൽ എനിക്ക് എത്താൻ പറ്റുന്ന MDRT എന്ന് പറയുന്ന ആ ഒരു പൊസിഷനും, അതിലെ അതിൻ്റെ ടോപ്പ് ഓഫ് ദി ടേബിൾ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനുമൊക്കെ എൻ്റെ സ്വപ്നങ്ങളാണ്. അതുപോലെ നിങ്ങൾക്കും കാണും നിങ്ങളുടേതായ സ്വപ്നങ്ങൾ പലതരത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവരുടെ വിവാഹം, അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളും നമ്മുടെ സ്വപ്നമാണ്. അതുപോലെ തന്നെ വീണ്ടും എൻ്റെ ഭർത്താവിനെ കൂടുതൽ അറിയുവാനും അദ്ദേഹത്തിനെ കൂടുതൽ സ്നേഹിക്കുവാനും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ലൊരു ഭാര്യയായി, നല്ലൊരു അമ്മയായി ഒക്കെ ജീവിക്കാൻ എനിക്ക് കഴിയാൻ പറ്റി. അപ്പോൾ അതൊക്കെ എൻ്റെ സ്വപ്നങ്ങളാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഞാൻ സഞ്ചരിക്കുന്ന എൻ്റെ വാഹനം, അതുപോലെ തന്നെ എനിക്ക് വിസിറ്റ് ചെയ്യേണ്ട വിദേശ രാജ്യങ്ങൾ, അല്ലേ? അപ്പോൾ അതുപോലെ എനിക്ക് ഇനി എത്തിച്ചേരാനായിട്ട് ഒരുപാട് കഴിവെല്ലാം ചേർന്നതാണ് എൻ്റെ ശിഖരങ്ങൾ. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നതാണ് എൻ്റെ ജീവവൃക്ഷം. അപ്പോൾ ഈ റൂട്ടിൽ നിന്ന്, ഈ ട്രങ്കിലിരിക്കുന്ന എൻ്റെ ഈ വ്യക്തിത്വത്തിൽ നിന്ന് എനിക്ക് എൻ്റെ ശിഖരങ്ങളിലേക്ക് പടർന്നു കയറണമെങ്കിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയയാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പം നിങ്ങളേവരും ആ ഒരു തയ്യാറെടുപ്പിനായിട്ട് നിങ്ങളും നിങ്ങളുടെ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് അതിൽ നിങ്ങളുടെ ജീവവൃക്ഷം വരച്ച് അതിൽ നിങ്ങളുടെ റൂട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴുള്ള വർത്തമാനകാലവും, അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ എത്തിച്ചേരേണ്ടത് ആ എത്തിച്ചേരേണ്ടതിലേക്കുള്ള ആ ശിഖരങ്ങളും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും നന്മ നിറഞ്ഞതാവട്ടെ. ഈശ്വരൻ എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്ക് തരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.